ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ജൂലൈ മാസത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീംസുകളുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സോ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ജൂലൈ മാസത്തെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീംസാണ് ഡിസ്കസ് ചെയ്യുക. എക്സാംസിന് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീംസാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുക. സോ നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്കീം ഏതാണെന്ന് നോക്കാം. പ്രധാൻ മന്ത്രി ഫോർമലൈസേഷൻ ഓഫ് എ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം കംപ്ലീറ്റഡ് 2 years. അപ്പോൾ 2 വർഷം തികഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് PMFME സ്കീം 2 വർഷം തികഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. The centrally sponsored PMFME scheme was launched on 29th June 2020 by the Ministry of Food Processing Industries under the Atmanirbhar Bharat Abhiyan. Scheme is currently being implemented in 35 states and union territories, envisioning enhancement of existing individual micro enterprises in the unorganized segment of the food processing industry and formalization of sector. അപ്പോൾ പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം 2 വർഷം തികഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. ആ സ്കീം അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് മലയാളത്തിലുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് സ്കീം ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്റ്റഡ് ഫോർ എ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീം അനൗൺസ്ഡ് അറ്റ് ഡിജിറ്റൽ ഇന്ത്യ വീക്ക്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ വീക്കിൽ അനൗൺസ് ചെയ്ത ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീംസിൽ ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പ്രൈം മിനിസ്റ്റർ മോദി അനൗൺസ്ഡ് ദ കൊഹോർട്ട് ഓഫ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് വിൽ ബി സപ്പോർട്ടഡ് അണ്ടർ ദ ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം startup program under the India Semiconductor Mission. Institutions will be empowered to train 85,000 specialized manpower in semiconductor design at bachelor's, master's and research levels. C2S aims to facilitate 175 ASICs, 30 IP cores, 20 systems and 25 startups over 5 years. അപ്പോൾ ഫസ്റ്റ് 30 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ചിപ്പ് ടു സ്റ്റാർട്ടപ്പ് സ്കീമിൽ. ഡിജിറ്റൽ ഇന്ത്യ വീക്കിലാണ് ഇത് അനൗൺസ് ചെയ്തത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി ലോഞ്ചസ് സ്വാനിധി മഹോത്സവ്. അപ്പോൾ സ്വാനിധി മഹോത്സവ് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി launched സ്വാനിധി മഹോത്സവ് വിച്ച് ഇസ് എ കൾച്ചറൽ ഫെസ്റ്റിവൽ ഫോർ സെലിബ്രേറ്റിംഗ് ദ സക്സസ് ഓഫ് പ്രൈം മിനിസ്റ്റർ സ്വാനിധി സ്കീം. അപ്പോൾ സ്കീമിൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഉത്സവമാണ് ഈ സ്വാനിധി മഹോത്സവ്. അതായത് സ്വാനിധി സ്കീം, പ്രൈം മിനിസ്റ്ററുടെ സ്വാനിധി സ്കീമിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ സ്വാനിധി മഹോത്സവ്. അത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി, അർബൻ അഫയേഴ്സ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി. Ministry of Housing is organizing Swanidhi Mahotsav from 9th to 31st of this month. It is being held in 75 cities across 35 states and union territories. Prime Minister Swanidhi scheme was launched on 1st June 2020. അപ്പോൾ ഈ സ്വാനിധി സ്കീം ലോഞ്ച് ചെയ്തത് 1st June 2020 പ്രൈം മിനിസ്റ്റർ സ്വാനിധി, പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് ലോഞ്ചസ് 3 സ്കീംസ് ടു സ്ട്രെങ്തൻ MSMEs ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. അപ്പോൾ ഗവൺമെൻറ് 3 സ്കീമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ മൻസുഖ് മണ്ഡാവിയ നോട്ടഡ് ദാറ്റ് സ്കീംസ് എൻവിസേജ് ടെക്നോളജി അപ്ഗ്രഡേഷൻ, സെറ്റിംഗ് അപ്പ് ഓഫ് കോമൺ റിസർച്ച് സെൻറ്റേഴ്സ് ആൻഡ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഇൻ കസ്റ്റേഴ്സ് ഫോർ ഫാർമ MSMEs. The Chemicals and Fertilizers Ministry rolled out the schemes under the banner of strengthening pharmaceuticals industry. അപ്പോൾ ഗവൺമെൻറ്റാണ് ലോഞ്ച് ചെയ്തത് 3 സ്കീംസ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSMEസിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. സോ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. The startup
Incubation and Innovation Center at IIT Kanpur has launched the Nirman Accelerator Program. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷനും ഇന്നോവേഷൻ സെൻറ്റർ അറ്റ് IIT കാൺപൂർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നിർമ്മാൺ ആക്സിലറേറ്റർ പ്രോഗ്രാം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. It is supported by the Department of Science and Technology, where 15 startups will be selected and given the opportunity to accelerate their product journey from lab to market. ലാബിൽ നിന്നും മാർക്കറ്റ് വരേക്ക് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ആക്സിലറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പ്രോഗ്രാം വഴി ലഭിക്കുക. So the program will focus on manufacturing startups engaged in healthcare and agriculture domains to help them overcome the challenges of their prototype to market journey. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുക മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സിനെയാണ്. അത് ഹെൽത്ത് കെയറും അഗ്രികൾച്ചർ സെക്ടറിലുള്ള സ്റ്റാർട്ടപ്സിനെ, മാനുഫാക്ചറിങ് സ്റ്റാർട്ടപ്സിനെയാണ് ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ലാബിൽ നിന്നും മാർക്കറ്റ് വരേക്ക് ആ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ജേർണി ആക്സലറേറ്റ് ചെയ്യും ഈ ഒരു ആക്സലറേറ്റർ പ്രോഗ്രാം വഴി, നിർമ്മാൺ ആക്സലറേറ്റർ പ്രോഗ്രാം വഴി. സോ അതിൻ്റെ പേരാണ് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ആൻഡ് ഇന്നോവേഷൻ സെൻറ്റർ അറ്റ് IIT കാൺപൂർ ഹാസ് ലോഞ്ച്ഡ് നിർമ്മാൺ ആക്സലറേറ്റർ പ്രോഗ്രാം. നിർമ്മാൺ ആക്സലറേറ്റർ പ്രോഗ്രാമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ECGC launch a scheme to provide enhanced export credit risk insurance coverage of up to 90% to small exporters. അപ്പോൾ ECGC ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്കീം. അതെന്തിനാണെന്ന് കഴിഞ്ഞാൽ പ്രൊവൈഡ് എൻഹാൻസ്ഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ് റിസ്ക് ഇൻഷുറൻസ് കവറേജ് ഓഫ് അപ് ടു 90% ടു സ്മോൾ എക്സ്പോർട്ടേഴ്സ്. സ്മോൾ എക്സ്പോർട്ടേഴ്സിന് 90% ഇൻഷുറൻസ് കവറേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ECGC ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻഷുറൻസ്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഈ സ്കീം ലോഞ്ച് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. സോ ECGC ലിമിറ്റഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ സ്കീം ടു പ്രൊവൈഡ് എൻഹാൻസ്ഡ് എക്സ്പോർട്ട് ക്രെഡിറ്റ് റിസ്ക് ഇൻഷുറൻസ് കവർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 90% ടു സപ്പോർട്ട് സ്മോൾ എക്സ്പോർട്ടേഴ്സ്. സ്മോൾ എക്സ്പോർട്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ എന്തെങ്കിലും ഒരു കേടുപാടുകൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 90% അവരുടെ ചിലവായതിൻ്റെ 90% ഇൻഷുറൻസ് വഴി ECGC കൊടുക്കുമെന്നാണ് ഈ ഒരു സ്കീം വഴി ഉദ്ദേശിക്കുന്നത്. So in this regard, it has signed up State Bank of India under the export credit insurance for a bank whole turnover packing credit and post shipment ECIB, WTPS and WTPC and PS. SBI has agreed to provide export credit at a repo rate plus 1.3%. Repo rate എത്രയാണോ അത് പ്ലസ് 1.3% SBI എക്സ്പോർട്ട് ക്രെഡിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ ടു ലോഞ്ച് പവർ സെക്ടേഴ്സ് റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം ടുഡേ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പവർ സെക്ടറിൻ്റെ റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം. അത് ഇന്ന് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസത്തെ ന്യൂസ് ആയതുകൊണ്ട് ഇന്ന് ഉദ്ദേശിച്ചതാണ്, ടുഡേ അത് വിട്ടേക്കും. നമുക്കത് വായിക്കാം. Under the leadership of a Prime Minister, Ministry of Power's flagship revamped distribution sector scheme, which is aimed at improving the operational efficiencies and financial sustainability of the DISCOMs and power departments. അപ്പോൾ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്ട്രി ഓഫ് പവേഴ്സ് ഫ്ലാഗ്ഷിപ്പ് റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം വിച്ച് ഇസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസീസ് ആൻഡ് ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഓഫ് ഡിസ്കോംസ് ആൻഡ് പവർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പവർ സെക്ടേഴ്സ് റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 3 companies signed program agreement under scheme. Program agreement under PLI scheme for advanced chemistry cell battery storage. അപ്പം 3 കമ്പനികളാണ് ചേർന്നിട്ട് പ്രോഗ്രാം എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് അണ്ടർ PLI സ്കീം. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ കമ്പനീസ് ആർ, ആ കമ്പനികളുടെ പേരാണ് റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡ്, ഓല ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്, അതേപോലെ രാജേഷ് എക്സ്പോർട്സ് ലിമിറ്റഡ്. ഈ കമ്പനികളാണ് അപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം എഗ്രിമെൻറ്റ് അണ്ടർ PLI സ്കീം. സോ ദീസ് കമ്പനീസ് വിൽ റിസീവ് ഇൻസെൻറ്റീവ്സ് അണ്ടർ ഇന്ത്യാസ് 18,100 crore പ്രോഗ്രാം.
അപ്പോൾ 18,100 crore പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ അഡീഷൻ ടു ദ കപ്പാസിറ്റീസ് അലോക്കേറ്റഡ് ബൈ ദ MHI അണ്ടർ ദ PLI പ്രോഗ്രാം, പ്രൈവറ്റ് പ്ലെയേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ക്രിയേറ്റ് ബാറ്ററി മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി ടു ട്യൂൺ ഓഫ് 95 ഗിഗാവാട്ട്സ്. അപ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സ് ബാറ്ററി മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് 95 ഗിഗാവാട്ട് പവറോട് കൂടിയിട്ടുള്ള ബാറ്ററിയാണ് അവർ നിർമ്മിക്കാൻ പോകുന്നത്, ബാറ്ററി സ്റ്റോറേജ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കേരള ഗവൺമെൻറ് ടു ലോഞ്ച് ദേശി ആൾട്ടർനേറ്റീവ് ഓഫ് ഊബർ, ഓല ഓൺലൈൻ ക്യാബ് സർവീസസ്, കേരള സവാരി ലോഞ്ചിങ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ഓല ഊബറിനെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ദേശീയ ഓൾട്ടർനേറ്റീവായിട്ട് കേരള സവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ടാക്സി പിടിക്കാൻ കേരള സവാരി എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്താൽ മതിയാവും ഇനി തൊട്ടിട്ട്. സോ നമുക്കൊന്ന് വായിക്കാം. ദ കേരള ഗവൺമെൻറ് ഈസ് ഓൾ സെറ്റ് ടു കം അപ്പ് വിത്ത് എ ദേശീയ ഓൾട്ടർനേറ്റീവ് ടു ദ പോപ്പുലർ കോർപ്പറേറ്റ് ഓൺലൈൻ ക്യാബ്സ് ബൈ ലോഞ്ചിങ് ഇറ്റ്സ് ഓൺ ഇ ടാക്സി സർവീസ് ഫ്രം നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം മുതൽ, അതായത് ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു ബി ദ ഫസ്റ്റ് സച്ച് ഇനീഷ്യേറ്റീവ് ബൈ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ കൺട്രി. ഇത് വേറെ ഫസ്റ്റ് സ്റ്റേറ്റാണ് കേരള ആവാൻ പോകുന്നത് ടു ലോഞ്ച് എ ദേശീയ ഓൾട്ടർനേറ്റീവ് ഓഫ് ഊബർ ആൻഡ് ഓല. അപ്പോൾ ഊബറിനെ ഓലയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ടാക്സി സർവീസിന് വേണ്ടിയിട്ടൊരു ആപ്പ് നിർമ്മിക്കാൻ പോകുന്നത്. സോ കേരള സവാരി എന്നാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര്. അപ്പോൾ അത് അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. The 75 indigenous games are from different parts of the country launched under National Employment Education Program. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. രാജമന്ത്രി, ചോർ സിപ്പാഹി, പോഷൻ പാ, ഗില്ലി ഡണ്ട, യുബി, ലക്പി, different forms of kabaddi and kanche are among 75 Bharatiya games. The center has announced it will introduce in schools under the Education Ministry's Indian Knowledge System initiative. The initiative was launched by Union Home Minister Amit Shah on second anniversary of implementation of NEP. അപ്പോൾ 75 ദേശീയ ഗെയിംസ്, ഇൻഡിജിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഗെയിംസിനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് കൺട്രി, നമ്മുടെ കൺട്രിയിലത്തെ ഡിഫറെൻറ്റ് ഗെയിംസിനെ ഇൻക്ലൂഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 75 ഭാരതീയ ഗെയിംസ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ NEPയുടെ അണ്ടറിലാണത് വരിക. സോ ഈ 75 ഇൻഡിജിനസ് ഗെയിംസിനെ ഇൻക്ലൂഡ് ചെയ്യുക, രാജ്മന്ത്രി ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The initiative was launched by Union Home Minister Amit Shah on second anniversary of implementation of NEP. NEP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ആനിവേഴ്സറിക്കാണ് ഈ 75 ഇൻഡിജിനസ് ഗെയിംസിനെ NEPയുടെ അണ്ടറിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ ഇതായിരുന്നു ജൂലൈ മാസത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കീംസ്. അപ്പോൾ ഇത് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള സ്കീമുകളാണ്. അപ്പോൾ നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ വീണ്ടും കാണാം. സോ ഇനി ഇതുപോലെ വേറെ വല്ല വീഡിയോ നിങ്ങൾ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.